ഈജിപ്റ്റ് അതിർത്തിയോട് ചേർന്നുള്ള റഫ അതിർത്തി ഇസ്രയേൽ കൈയടക്കിയെന്ന വാർത്ത വരുന്നു. ലോക കോടതിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 80ഓളം പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വരുന്നു. ഗസയിൽ സഹായം എത്തിക്കാൻ അമേരിക്കൻ സേന നിർമ്മിച്ച താൽക്കാലിക ബോട്ട് ജെട്ടി തകർന്നുപോയി എന്നും വാർത്തയുണ്ട്. പി ജെയിംസ് ചേരുന്നു. മനുഷ്യത്വം മരവിച്ച ഇസ്രയേലിൻ്റെ പുതിയ സൈനിക നീക്കം റഫയിൽ തുടരുന്നു എന്ന വാർത്ത മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. പറയൂ ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. ജെയിംസ്, ഈ മഴ വന്നപ്പോൾ പല കാര്യങ്ങളും പോയി. ഒന്നത് പിന്നെ തലച്ചോറെന്തോ പണിമുടക്കാണോ സംശയം? ഇല്ല, എസ്കേനെ സംബന്ധിച്ചിടത്തോളം എത്രയോ മണിക്കൂറുകൾ നിൽക്കുകയാണ്, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് അല്ല, തലയിൽ നിന്ന് ചോറ് പോയോ എന്ന് സംശയം, അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ബി മഴയൊക്കെ എങ്ങനെയുണ്ട്? എസ് കെ, മഴ വല്ലാതെ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ ഓഫീസിന് ചുറ്റും പ്രളയത്തിൽ പോലും വെള്ളം കെട്ടിയിട്ടില്ല. ഓഫീസിനടുത്ത് വരെ വെള്ളം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയത്തേക്കാൾ വലിയതാണ്. കാരണം പെയ്യുന്ന മഴയുടെ തോത് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. അതിലും വലിയ ദുരിതത്തിലാണ് നമ്മുടെ റഫയിലെ മനുഷ്യർ. ഒരുപാട് പേർ കൊന്നൊടുക്കപ്പെടുന്നു. അപ്പോൾ അതിലേക്ക് പോയാൽ എസ് കെ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് പോയാൽ 8ാം മാസം എത്തിയപ്പോൾ ഇസ്രായേൽ റഫ കേന്ദ്രീകരിച്ച ആക്രമണം അതീവ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് 10-15 ലക്ഷം പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 10 ലക്ഷത്തോളം പേർ ജീവനും കൊണ്ട് ഓടി. എങ്ങോട്ടെന്ന് അറിയില്ല. കാരണം വടക്കൻ ഗസയിൽ നിന്ന് മധ്യ ഗസയിലേക്ക്, അവിടുന്ന് തെക്കൻ ഗസയിലേക്ക് ഏറ്റവും അവസാനം അഭയം പ്രാപിച്ച സ്ഥലമാണ് റഫ. അപ്പോൾ റഫയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈജിപ്തിലേക്ക് കടക്കാം. കാരണം ഈജിപ്ഷ്യൻ അതിർത്തിയാണ് റഫ നഗരം. അങ്ങോട്ട് കടക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഈജിപ്റ്റ് വാതിലടച്ചു. ഇവിടെ ഇസ്രായേലും കവാടം അടച്ചു വെച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല എസ് കെ, ഈ മണിക്കൂറുകളിൽ വലിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 13-14 കിലോമീറ്ററാണ് ഗാസ മുനമ്പിൽ ഈ റഫ നഗരവും ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന അതിർത്തി. ആ 14 കിലോമീറ്ററും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഭക്ഷ്യവസ്തുക്കളും മറ്റു ഒരു തരത്തിലുള്ള സഹായവും ഇനി ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് എത്താത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിനിടയിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ആകാശത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രായേലി ടാങ്കുകൾ കരയിൽ നിന്നും വലിയ അറ്റാക്ക് നടത്തുന്നു. ഒരുപാട് ടെൻറ്റുകൾ, താൽക്കാലിക ടെൻറ്റുകൾ കെട്ടി പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നത്. അതിലേക്കാണ് ഈ വെടിവെപ്പ്. 80ഓളം പേരാണ് എസ് കെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത്. മരണസംഖ്യ, കൊല്ലപ്പെട്ടവരുടെ പലസ്തീനികളുടെ സംഖ്യ 36,200-ൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 7 മാസം പിന്നിടുമ്പോൾ ഇത്രയും വലിയ തരത്തിലുള്ള മരണസംഖ്യ, അതും അതിൽ 26,000 പേരും സ്ത്രീകളും കുട്ടികളുമാണ്. അതിനിടയിലാണ് എസ് കെ ഈ അതിർത്തികളൊക്കെ അടച്ച് ഇസ്രായേൽ സേന ഇങ്ങോട്ട് ഭക്ഷണം കടത്തിവിടാത്ത സാഹചര്യത്തിൽ അമേരിക്കയൊന്നും ഇടപെട്ടിട്ട് ഇസ്രായേൽ വഴങ്ങുന്നില്ല. അമേരിക്കൻ സേന 1-1.5 മാസം എടുത്ത് $320 മില്യൺ ദശലക്ഷം ചെലവാക്കി ഒരു താൽക്കാലിക ജെട്ടി എന്ന് പറഞ്ഞാലും വലിയ രീതിയിൽ, കാരണം കപ്പലെടുത്ത് കപ്പലിൽ നിന്നുള്ള സൈപ്രസിൽ നിന്നൊക്കെയുള്ള കപ്പലിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇറക്കാൻ വേണ്ടിയാണ്. 2 തവണ 3 തവണ കപ്പൽ വന്നു. പക്ഷെ അതിലെ ഒരുപാട് വസ്തുക്കൾ കൊള്ള ചെയ്തു പോയി. എന്തായാലും വടക്കൻ ഗസയിലേക്ക് കൊണ്ടുവരാനിരുന്ന ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ എത്താനാവാത്ത രീതിയിൽ കടൽ വളരെ അക്രമാസക്തമായി ഈ താൽക്കാലിക ബോട്ട് ജെട്ടി 2ആയി തകർന്നു എന്ന വാർത്ത കൂടിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ പട്ടിണിയിലേക്ക് പോവുകയാണ് ഗസ. വല്ലാത്ത രീതിയിൽ പട്ടിണി മരണങ്ങൾ, കുട്ടികൾ മരിച്ചു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് കെ പി ജെയിംസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു യൂറോപ്യൻ യൂണിയൻ്റെ ആയുധങ്ങൾ യുക്രൈന് കിട്ടുന്നു എന്ന രീതിയിൽ. എന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സേനയെ ആക്രമിച്ചാൽ ആ രാജ്യങ്ങളെ തിരിച്ചാക്രമിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ആക്രമിക്കപ്പെടുമെന്ന പരോക്ഷമായ പ്രസ്താവനയാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുന്നത്. എസ് കെ, ഈ മണിക്കൂറുകളിൽ വരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ താക്കീത് വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള താക്കീതാണ്. പ്രത്യേകിച്ച് ഫ്രാൻസ് പറഞ്ഞത് ഉക്രൈനിലേക്ക് നാറ്റോയുടെ സേനയെ അയക്കണം എന്നുള്ളതാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത്. ജർമ്മനി ഏതാണ്ട് അതേ തരത്തിലുള്ള നിലപാടെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ പല രാജ്യങ്ങളും രംഗത്ത് വന്നിട്ട് ഉക്രൈൻ അവർക്ക് യൂറോപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആയുധങ്ങൾ റഷ്യക്കെതിരെ റഷ്യയുടെ ഉൾഭാഗത്തേക്ക് പ്രയോഗിക്കുന്നതിന് തടസ്സമില്ല. നേരത്തെ അതിന് നിയന്ത്രണം പറഞ്ഞിരുന്നു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സെൽഫ് ഡിഫൻസിന്, സ്വയം പ്രതിരോധിക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, റഷ്യയിൽ ആക്രമണം നടത്താൻ പാടില്ല. ഇത് എടുത്തു കളഞ്ഞിരിക്കുന്നു. അതിനെതിരെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അതിശക്തമായിട്ടുള്ള ഭീഷണി വന്നിരിക്കുന്നത്. അവരുടെ കയ്യിലാണ് ലോകത്തിലെ 10-15,000 താഴെ വരുന്ന ആണവായുധങ്ങളിൽ പകുതി റഷ്യയുടെ കയ്യിലാണ്. പണ്ട് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന
എല്ലാ ആണവായുധങ്ങളും യെൽസിൻ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് യുക്രൈൻ അടക്കം ഉള്ള അവരുടെ കയ്യിലുണ്ടായിരുന്ന ആണവായുധങ്ങൾ മുഴുവൻ റഷ്യ വാങ്ങിച്ചെടുക്കുകയായിരുന്നു. ഏതാണ്ട് 6000-ൽ പരം ആയുധങ്ങളുണ്ട്. ബാക്കി അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലും ചൈനയിലും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് ഇറാനിലൊക്കെ ആയിട്ട് ആകെ ഉള്ളത് ഇതിൻ്റെ പകുതിയാണ്. അപ്പോൾ അതുകൊണ്ട് റഷ്യയെ പേടിക്കണം. റഷ്യ സാമ്പത്തികമായിട്ട് ചെറിയ തകർച്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ റഷ്യ ആണവായുധ ഭീഷണി ചൈനയുമായി ചേർന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് 2 കൊല്ലവും 4 മാസവും പിന്നിടുമ്പോൾ ഒരുപക്ഷെ ഇത് ഒരു ആണവായുധ യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ഭീതി വല്ലാതെയുണ്ട്. അതിനിടയിൽ റഷ്യ അവരുടെ മുന്നേറ്റം തുടരുകയാണ്. കിഴക്കൻ ഉക്രൈനിലെ പല നഗരങ്ങളിലും ഉക്രൈൻ സേനയ്ക്ക് തിരിച്ചോടേണ്ടി വരുന്നു. ഗ്രാമങ്ങൾ റഷ്യ പിടിച്ചെടുക്കുന്നു. രണ്ടാമത്തെ യുക്രൈൻ്റെ നഗരമായ കാർക്കീവിൽ ആക്രമണം വളരെ ശക്തമാക്കിയിരിക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. കെട്ടിടങ്ങൾ മിസൈൽ വെച്ച് തകർക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹൈപ്പർ മാർക്കറ്റ് റഷ്യൻ ആക്രമണത്തിൽ തകർന്നത്. എന്തായാലും വ്ളാഡിമിർ സെലൻസ്കി വല്ലാത്ത പരിഭ്രാന്തിയിലാണ്. കാരണം കാർക്കീവ് പിടിച്ചടക്കിയാൽ പിന്നെ തലസ്ഥാനമായ കീവിലേക്ക് എത്താൻ റഷ്യൻ സേനയ്ക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ആയുധങ്ങൾ ചെറിയ തോതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് ലഭിക്കണം എന്ന് തന്നെയാണ് വ്ളാഡിമിർ സെലൻസ്കിയും ഉക്രൈനും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എസ്കെൻ പി ജെയിംസ്, നമ്മൾ സംസാരിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തുടങ്ങിയെന്ന വാർത്ത വരുന്നുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല നെൽസൺ മണ്ടേലയുടെ പാർട്ടിക്ക് ഇത്തവണ ഒരു പരാജയ ഭീതി ഉണ്ടെന്ന രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ്കെൻ, ദക്ഷിണാഫ്രിക്ക ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ഒരു പക്ഷേ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു 30-40 വർഷമൊക്കെ വലിയ ഒരു പോരാട്ടം അത് നടത്തിയത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പാർട്ടി തന്നെ നെൽസൺ മണ്ടേലയും അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളും ഉണ്ടാക്കിയതാണ്. വെള്ളക്കാർ വിട്ടുപോയതിനു ശേഷം 1994 മുതൽ അവിടെ ജയിച്ചു വരുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ്. നെൽസൺ മണ്ടേലയായിരുന്നു ആദ്യത്തെ സ്വതന്ത്ര പ്രസിഡന്റ്. അതിനു മുമ്പ് വെള്ളക്കാരുടെ കയ്യിലായിരുന്നു പ്രിട്ടോറിയ ഭരണകൂടം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ എന്തായാലും അവിടെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് സിറിൽ റാമഫോസയാണ് അവിടെ പ്രസിഡന്റ്. പക്ഷേ ഈ ഇലക്ഷനിൽ 400 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 201 സീറ്റ് ആർക്ക് ലഭിക്കുന്നു അതിനപ്പുറത്തേക്ക് ലഭിക്കുന്ന ആരും അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും. പ്രസിഡൻഷ്യൽ രീതിയാണ്. പക്ഷേ ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ഇന്ത്യയിലെ പോലെ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കക്ഷിയുടെ നേതാവ് പ്രസിഡൻ്റായിത്തീരുന്ന, ഇവിടെ പ്രധാനമന്ത്രിയാണെങ്കിൽ അവിടെ പ്രസിഡൻ്റാണ്. ആ തരത്തിലാണ്. അപ്പോൾ ഒരുപക്ഷെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഗാന്ധിജിയൊക്കെ വലിയ ആരാധിക്കുന്ന രാജ്യമാണ് നമുക്കറിയാം. അവിടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്ന ഒരുപക്ഷെ വോട്ടെണ്ണൽ 2-3 ദിവസം നീണ്ടു നിന്നേക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. കഴിഞ്ഞ തവണ അവർക്ക് 21% വോട്ടുണ്ടായിരുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് 57%. ഇത്തവണ 2 കൂട്ടർക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ ഒരുപക്ഷെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. എസ്കെൻ, എന്തായാലും ദക്ഷിണാഫ്രിക്കൻ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇസ്രായേലിനെതിരെ ലോക കോടതിയിൽ കേസ് കൊടുത്തത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക ഇപ്പോഴും ജനാധിപത്യത്തിൻ്റെ വലിയ വെളിച്ചം പകരുന്ന രാജ്യമാണ്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്.